ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തോ ഉഗാണ്ടയിലുള്ള ഒരു കഥ പറയും പോലെ, അല്ലെങ്കിൽ ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള വാർത്ത പറയുന്നത് പോലെ പറയുന്ന ഞാൻ പറയുകയും കേൾക്കുന്ന നിങ്ങൾ കേട്ടിരിക്കുകയും ചെയ്താൽ പോരാ. എൻ്റെയും നിങ്ങളുടെയും മനസ്സിനകത്ത് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒരു പരിവർത്തനത്തിൻ്റെ പാഠമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാൻ വഴി യഥാർത്ഥ ഇസ്ലാമിലെ മെമ്പർഷിപ്പ്, ഡ്യൂപ്ലിക്കേറ്റ് മെമ്പർഷിപ്പ് ഒരു പേരുണ്ടെങ്കിൽ കിട്ടും. ജമാഅത്തിൽ അംഗമാകാൻ പറ്റും, പള്ളിയിൽ കയറ്റും, ഉദൂഹിയത്തിൽ പങ്കു ചേർക്കും, ഇതൊക്കെ ഉണ്ടാവും. അത് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പർഷിപ്പ് മതി. അതുപോരാ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് ലഭിക്കുക വഴി കളങ്കരഹിതമായ ഈമാൻ ആർജിക്കുക വഴി ലഭിക്കുന്ന ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു മാനസിക തലം, ഇതാണ് നഫ്സ് മുത്മഇന്ന. ഞാൻ ഈ വിഷയം പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഈ വിഷയത്തിൻ്റെ പഠനത്തിലൂടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഉസ്താദെ, ഇതൊക്കെ സാധാരണക്കാർക്ക് തികച്ചും അപ്രാപ്യമായ, നമ്മെപ്പോലത്തെ ആളുകൾക്ക് ചെന്നെത്താനാകാത്ത, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു അത്യുന്നത മണ്ഡലത്തിൻ്റെ കഥയല്ലേ ഇത്? വലിയ ദുസ്വഭാവത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട പോരെ? എന്തിനാ നഫ്സ് മുത്തുമയിന്നയിലേക്കൊന്നും നമുക്കെത്താൻ പറ്റൂലല്ലോ? അതൊന്നും സാധാരണക്കാർക്ക് പറഞ്ഞ തലമല്ലല്ലോ, സാധാരണക്കാരുടെ വിഷയവും അല്ലല്ലോ എന്ന ഒരു സംശയം, എന്ന ഒരു ധാരണ പെശക്. വാസ്തവത്തിൽ അത് തെറ്റാണ്. സാധാരണക്കാർക്ക് നഫ്സ് മുത്മഇന്നയിൽ എത്താൻ സാധിക്കും എന്ന് മാത്രമല്ല, ഓരോ സാധാരണക്കാരനായ മുസ്ലിമും മുസൽമാനും മരണത്തിന് മുമ്പ് നിർബന്ധമായും എത്തിപ്പെടേണ്ടുന്ന മാനസിക തലമാണ്, നിലവാരമാണ് നഫ്സ് മുത്മഇന്ന. മരിക്കുന്നതിൻ്റെ മുമ്പ്, അത് തലേ ദിവസമായാലും അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു, നാളെ മരിക്കുകയാണെങ്കിൽ ഇന്ന്, അങ്ങനെയെങ്കിലും ആയിക്കിട്ടൽ ഫർള് ഐനാണ്. ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ കാര്യമാണ് നഫ്സ് മുത്മഇന്നയിൽ എത്തുക എന്നത്. നമ്മുടെ കൂട്ടത്തിൽ അറിവ് കൊണ്ടും ഭക്തി കൊണ്ടും വലിയ നിലവാരത്തിലുള്ളവർ മാത്രമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കലും ജനാസ നിസ്കാരവും കഴിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് എടുത്തിട്ട് ഖബറടക്കം കഴിഞ്ഞാൽ നമ്മുടെ മുക്രി സാഹിബ് മുഅദ്ദിൻ ഉസ്താദ് തലഭാഗത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു തൽഖീനുണ്ട്. ആ തൽഖീനിന്റെ ഫിനിഷിംഗ് പോയിന്റ്, തൽഖീൻ അവസാനിപ്പിക്കുന്നത് എന്തും പറഞ്ഞിട്ടാ? ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സൂറത്തുൽ ഫജ്റിന്റെ ആ സൂക്തങ്ങൾ കൊണ്ടാണ് തൽഖീൻ അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് അള്ളാന്റെ ഔലിയാക്കൾക്ക് മാത്രം ചെയ്യുന്ന പണിയല്ല. ഇന്നും ഒരു സഹോദരനെയും നാം യാത്രയാക്കി തൊട്ടടുത്തുള്ള ഈ പറമ്പിലേക്ക് ഇന്ന് രണ്ടാൾ മരിച്ചു. അള്ളാഹു അവർക്കും നമുക്ക് വേണ്ടപ്പെട്ട മറ്റു പരേതർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇന്നും നടന്നു. അവസാനിക്കുന്നത് ഇതും വിളിച്ചിട്ടാ. അല്ലയോ പ്രശാന്ത മനസ്സിന്റെ ഉടമയായി ജീവിച്ചവനെ, ശാന്തി തീരത്തണഞ്ഞവനെ, നിന്റെ നാഥനിലേക്ക് മടങ്ങിപ്പോയിക്കോ, പേടിക്കണ്ട. റാളിയത്തൻ മർളിയ, നീ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, നിന്റെ നാഥനും പൊരുത്തപ്പെട്ടിട്ടുണ്ട്. എന്റെ സജ്ജനങ്ങളിൽ നീ ഒരു മെമ്പറാകൂ, എന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരൂ എന്ന അല്ലാഹു
മുത്തുമഇന്നക്കാരെ വിളിച്ചു പറഞ്ഞ ആ പ്രയോഗം നമ്മുടെ മുഅദ്ദിൻ ഉസ്താദുമാര് എല്ലാ മനുഷ്യന്മാരുടെയും ഖബറിന്റെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണ്, വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓരോ സാധാരണക്കാരനും ആ നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ശുഭപ്രതീക്ഷ. എത്തട്ടെ എന്നതാണ് പ്രാർത്ഥന, എത്തണമെന്നതാണ് നിർബന്ധം. ഇതാണ് ഇതിന്റെ പാഠം. അതുകൊണ്ട് ഇത് വലിയ ആൾക്കാർക്ക്, കേമന്മാർക്ക് പറഞ്ഞ സബ്ജക്റ്റാണ്. കുറച്ചുറങ്ങാ, പാതി കേൾക്ക, എന്തെങ്കിലും വിമർശിക്കാൻ കിട്ടുമെന്ന് നോക്കാം, അല്ലെങ്കിൽ രസമുള്ള വല്ല കഥയും തമാശ ഉണ്ടെങ്കിൽ അത് കേൾക്ക എന്നുള്ള നിലക്ക് പാതി ഉറക്കവും പാതി ഉണർവും പറ്റൂല. ഇത് കൂട്ടരെ അനിൽ അംബാനിക്ക് കിട്ടാത്തൊരു നസീബ ഇപ്പൊ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സമാധാനം. ഇത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഈമാനിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മനസ്സമാധാനം അതാ ഈ പറയുന്നത്. ഇത് കിട്ടിയാൽ നമ്മുടെ സമസ്ത പ്രശ്നങ്ങളും തീർന്നു. ഇതിനൊരു പ്രശ്നവുമില്ല. മരണോ ഓക്കെ പോന്നോട്ടെ, അസുഖോ അള്ള കണക്കാക്കിയതിന് വന്നോട്ടെ, സാമ്പത്തിക ക്ലേശം അങ്ങോട്ട് പോന്നോട്ടെ, എന്റെ റബ്ബിനെ ഞാൻ കാണുന്നുണ്ട്, അതിന്റെ പിറകിലുള്ള ഉടമസ്ഥനെ, അവന്റെ ഇടപെടലാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്, പോന്നോട്ടെ. മാത്രമല്ല നഫ്സു മുത്മഇന്ന എന്ന ഖുർആനിക പ്രയോഗം വിശദീകരിച്ച മഹാന്മാരായ മുഫസ്സിറുകൾ, മഹാന്മാരായ സ്വഹാബത്ത്, ഇമാമുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതെന്താ? നഫ്സു മുത്മഇന്ന എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യം, സത്യം കണ്ടെത്തുകയും അംഗീകരിക്കുകയും ചെയ്ത മനസ്സ്. എന്ത്? യാഥാർത്ഥ്യം കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്ത മനസ്സിന്റെ പേരാണ് നഫ്സു മുത്മഇന്ന എന്ന് മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖുർആൻ വിശദീകരിക്കുന്ന സ്വഹാബിയാണ്. വിശദീകരിക്കാൻ പുണ്യ നബി അനുവാദം കൊടുത്ത, നബിയിൽ നിന്ന് അനുവാദം കിട്ടിയ സ്വഹാബിയാണ്. യാഥാർത്ഥ്യം കണ്ടെത്തി അത് അംഗീകരിച്ച മനസ്സ്. നമുക്ക് സത്യം കണ്ടെത്തണ്ടേ? എന്നും അസത്യത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞാൽ മതിയോ? അത് അംഗീകരിക്കണ്ടേ സത്യം? അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടത് തന്നെയാണിത്. ഇമാം മൻസൂർ റഹിമഹുല്ല പറയുന്നു, നഫ്സു മുത്മഇന്ന എന്നാൽ എന്താണെന്നറിയോ? അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് തിരിച്ചറിയുകയും അല്ലാഹുവാണ് എന്റെ സംരക്ഷകൻ എന്ന് തിരിച്ചറിയുകയും ആ റബ്ബിന്റെ, ആ അല്ലാഹുവിന്റെ അനുസരണയിൽ അവന് വഴിപ്പെടുന്നതിൽ സമാധാനിക്കുകയും ചെയ്ത മനസ്സ്. അല്ലാഹുവാണ് എന്റെ റബ്ബ്, നാഥൻ എന്ന് മനസ്സിലാക്കിയ വ്യക്തി. നമ്മൾ പറയുന്നുണ്ട് അള്ളയാണ് റബ്ബ് എന്ന്, പക്ഷേ ആ ബോധവും പലപ്പോഴും നമുക്ക് നഷ്ടമാവുകയാണ്. അത് നഷ്ടപ്പെടാത്ത വിധത്തിൽ എന്റെ സംരക്ഷകൻ അല്ലാഹുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ അല്ലാഹുവിന് നിന്നുകൊടുക്കുന്നതിൽ സമാധാനത്തിലെത്തിപ്പെട്ട, ശാന്തിയിലെത്തിപ്പെട്ട മനസ്സിന്റെ ഉടമയുടെ പേരാണ് നഫ്സു മുത്മഇന്ന എന്ന് മഹാനായ ഇമാം മൻസൂർ റഹിമഹുല്ലാ. മാത്രല്ല, ഒരാള് നഫ്സു മുത്മഇന്നയിൽ എത്തിയാൽ എന്താ അതിന്റെ അടയാളം, എന്താ അതിന്റെ ലക്ഷണം? വായുവിലൂടെ പറക്കും, വെള്ളത്തിനു മീതെ നടക്കും എന്നൊന്നുമല്ല. ആ കൗലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന കറാമത്ത് അല്ലേ? നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാം വായുവിലൂടെ പരവതാനിയിൽ ഇരുന്നിട്ട് 2 മാസം കരയിലൂടെ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം ഒരു രാവിലെയും വൈകുന്നേരവും യാത്ര ചെയ്ത് ചെന്നെത്തി എന്ന് വിശുദ്ധ ഖുർആൻ. നബിമാർക്ക് ഔലിയാക്കൾക്കൊക്കെ വായുവിലൂടെ പറക്കാനും വെള്ളത്തിന്റെ മീതെ നടക്കാനും. മുത്തുമയിന്നയിലെത്തിയ മനുഷ്യൻ അതിന് പറ്റുന്നാണോ ഇസ്ലാം പറഞ്ഞത്? അല്ല. ഒരാൾ നഫ്സു മുത്തുമയിന്നയിലെത്തിയാൽ അതിന്റെ അടയാളം എന്താണ്? അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്? മിനശ്ശക്കി ഇലൽ യഖീൻ വമിനൽ ജഹ്ലി ഇലൽ ഇൽമി വമിനൽ ഗഫ്ലത്തി ഇലൽ ഇസ്തിഅദാദ്
വമിനൽ ദംബി ഇല തൗബതി വമിനൻ നിഫാഖി ഇലൽ ഇഖ്ലാസ് വമിനൽ കദിബി ഇല സ്വിദ്ഖി വമിനൽ ഗളബി ഇല റഅഫതി. നഫ്സു മുത്മയിന്നയിലെത്തിയ ആളിലുണ്ടാകുന്ന അടയാളം ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ അവിടെ എത്തിയില്ലേന്ന് വിശുദ്ധ ദീന് പറയുന്നു. അയാളിൽ നിന്ന് കറാമത്തുകൾ, അത്ഭുതങ്ങൾ പ്രകടമാകുമെന്നല്ല പറഞ്ഞത്. മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിന്റെ ലോകത്ത് നിന്ന് ഉറപ്പിന്റെ ലോകത്ത് എത്തിപ്പെട്ട ആളാണ് നഫ്സ് മുത്മഇന്നയുടെ ഉടമ. സംശയം ഇല്ലേ ഇല്ല. അള്ളാന്റെ കാര്യത്തില്, മലക്കുകളുടെ കാര്യത്തില്, ഖുർആന്റെ കാര്യത്തില് സംശയം ഇല്ലേ ഇല്ല. സംശയിപ്പിച്ചാലും സംശയം വരാത്ത വിധത്തിലുള്ള യഖീൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്നത് സംശയരഹിതമായി ഇവിടെ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഒരു സംശയമില്ലല്ലോ. യഖീനല്ലേ നിങ്ങൾക്ക്? ഇത് പകലാണെന്നത് നിങ്ങൾക്ക് യഖീനല്ലേ, ഉറപ്പല്ലേ? ഇതുപോലെ ഖുർആന്റെ കാര്യത്തില്, മലക്കുകളുടെ കാര്യത്തില്, അള്ളാന്റെ റസൂലിന്റെ കാര്യത്തിലൊക്കെ യഖീൻ വരിക. അതുണ്ട് എന്നൊക്കെ പറയും. ഒരു സമർത്ഥനായ ബുദ്ധിജീവിയുടെ മുമ്പാകെ പെട്ടുപോയാല്, നമ്മളെ ജബ്ബാർ മാഷിന്റെ മുന്നിലൊക്കെ നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആനും കൊണ്ട് പോയാൽ എന്താകും? കുറച്ച് ഡേഞ്ചറാണ്. അങ്ങേര് പറയുന്നത് ഈ ഖുർആനിലേറെ നല്ലത് ബാലമംഗളവും ബാലരമ്യൊക്കെയാണ്. ഒരു വ്യവസ്ഥയില്ലാതെ കുറെ പേജുകൾ തുന്നിക്കൂട്ടിയ ഒരു കിതാബ്. വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല. അധ്യായ നാമവും അതിൽ പറയുന്ന സബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധമില്ല. സൂറത്തുൽ ബഖറ എവിടെ ഒരു പശുവിന്റെ ചെറിയൊരു കഥ പറയുന്നുണ്ട്. പിന്നെ എന്താ തെറ്റ് ബന്ധമുള്ളത്? മാത്രല്ല ഒരു കഥ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു കഥ പറഞ്ഞിട്ട് പിന്നെ ആ കഥയുടെ ബാക്കി പിന്നെ പറയും. ഒരുപാട് പേജുകൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് തുന്നിക്കൂട്ടി ഉണ്ടാക്കിയെന്ന് അങ്ങനെ പറയുന്നത്. സാധാരണക്കാരൻ ഇതിന്റെ പരിഭാഷ വായിക്കുമ്പോൾ ജബ്ബാർ മാഷ് പറഞ്ഞത് ശരി തന്നെയല്ലേ, കുറച്ചൊക്കെ അങ്ങോര് പറയുന്നത് ശരിയുണ്ട് എന്നാവും. കഴിഞ്ഞു കഥ. യഖീനിലെത്തണം. യഖീനില് എന്താണ് ഖുർആൻ എന്ന് ബോധ്യപ്പെടണം. മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്നും ദൃഢതയിലേക്ക്, ദൃഢമായ ഉറപ്പിലേക്ക് എത്തിയ മനസ്സ്. വമിനൽ ജഹിലി ഇലൽ ഇൽമി, അജ്ഞതയിൽ നിന്ന്, വിഡ്ഢിത്തരങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് എത്തിപ്പെടലാണ് നഫ്സ് മുത്മഇന്നയുടെ ഗുണം. വമിനൽ ഗഫ്ലതി ഇലൽ ഇസ്തിഅദാദ്, അശ്രദ്ധയിൽ നിന്ന്, അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന് ആക്റ്റീവായിക്കൊണ്ട് ഉന്മേഷത്തിലേക്കുള്ള കടന്നുവരവാണ് മുത്മഇന്ന സമ്മാനിക്കുന്നത്. ഗഫ്ലത്ത് എല്ലാവർക്കും ഉണ്ട്. ഗഫ്ലത്ത് ഈ തിന്നുന്ന ആവേശ ആരാധനക്കില്ലല്ലോ. ഭൗതികമായ നമ്മുടെ കച്ചവടങ്ങളുടെയും വരുമാന മാർഗങ്ങളുടെയും ഒരു ത്രില്ല് ആത്മീയ വരുമാന രംഗത്ത് നമുക്ക് കിട്ടുന്നില്ലല്ലോ. എന്താ കാരണം? മുത്മഇന്നയിൽ എത്തിയിട്ടില്ലെന്നാ അതിന്റെ അടയാളം. വമിനൽ ഗഫ്ലതി ഇലൽ ഇസ്തിഅദാദ്, അശ്രദ്ധയിൽ നിന്ന് മുന്നൊരുക്കത്തിലേക്ക്, ജാഗ്രതയിലേക്കുള്ള വരവാണ്. വമിനൽ ദംബി ഇലത് തൗബ, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് രക്ഷപ്പെടലാണ് അതിന്റെ ഗുണം. തീർന്നില്ല. വമിനൻ നിഫാഖി ഇലൽ ഇഖ്ലാസ്, കാപട്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന് നിഷ്കളങ്കമായ ഈമാനിലേക്കുള്ള വരവാണ് മുത്മഇന്നയിലൂടെ കിട്ടുന്നത്. വമിനൽ കദിബി ഇലസ് സ്വിദ്ഖി, കളവിൽ നിന്ന്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള വരവാണ് ലഭിക്കുന്നത്. വമിനൽ ഗളബി, ക്രോധത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന്, ഇലർ റഅഫതി, കരുണയിലേക്കും കാരുണ്യത്തിലേക്കും നല്ല മനസ്സിലേക്കുമുള്ള കടന്നുവരവാൻ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് വേണ്ടതല്ലേ? കാപട്യത്തിൽ നിന്ന്, മുനാഫിക്കിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് നമുക്ക് രക്ഷ വേണ്ടേ? സംശയത്തിന്റെ ലോകത്ത് നിന്ന് നമുക്കൊന്ന് കയറണ്ടേ? ജഹാലത്ത്, വിഡ്ഢിത്തരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് തന്നെ ഇത് തീർച്ച ഇതെല്ലാ സാധാരണക്കാർക്കും അത്യാവശ്യമുള്ള വിഷയമാണ്.
യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പറഞ്ഞല്ലോ, ഈ ആയത്ത് ഇറങ്ങി കണ്ടപ്പോ കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ ഗാംഭീര്യം കേട്ട് പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂലേ, എന്തൊരു മനോഹരമാണിത്, എന്തൊരാശയ സമ്പുഷ്ടമാണിത്, കൊതി തോന്നുന്നു നബിയെ. നബി തങ്ങൾ എന്താ പറഞ്ഞത്? യാ സിദ്ദീഖ്, ഇതിലൊരു മെമ്പർ താങ്കളാണ്. ഈ ഒരു ആശയെങ്കിലും നമുക്ക് വേണേ. നമ്മളിപ്പോ എന്താ ചെയ്യണേ? അതൊന്നും നടപടിയുള്ള കേസല്ല, പോട്ടെ. പിന്നെങ്ങനെ ആശയം കൂടി വരുന്നില്ലെങ്കിൽ? ഇത് ആരുടെ കാര്യത്തിൽ ഇറങ്ങിയതാ? ഒരുപാട് അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഒരഭിപ്രായം മഹാനായ ഹുബൈബ് ഇബ്നു അദിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അവതരിച്ച സൂക്തമാണ്. ഇമാം റാസിയൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഹുബൈബ് ഇബ്നു അദിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു? റളിയല്ലാഹുവിന് ചൊല്ലിക്കോ, മോശം വരൂല. ആരാണത്? സമാധാനത്തോടെ ജീവിച്ച് ശാന്തനായി ജീവിതകാലം മുഴുവൻ ജീവിച്ച് അവസാനം മരണവും സമാധാനത്തോടുകൂടെ പുൽകിയിട്ട് കഴുമരത്തിന്റെ താഴെ ശാന്തനായി തന്നെ ക്രൂശിക്കാൻ വേണ്ടി സംഘടിച്ച ശത്രുക്കളുടെ നിരയിലൂടെ മധ്യത്തിലൂടെ ശാന്തനായി ഒട്ടും അക്ഷമനാകാതെ നടന്നുപോയിട്ട് തന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടി നാട്ടപ്പെട്ട മരത്തിന്റെ താഴെ നിന്ന് കവിത ആലപിച്ചുകൊണ്ട് മരണത്തെ സ്വാഗതം ചെയ്ത സ്വഹാബി വര്യനാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ഏതവനാണെങ്കിലും മരിക്കുകയാണെന്നാണ് കേട്ടാ കഴിഞ്ഞില്ലേ കഥ. ഫ്യൂസ് വരെ മാരിയാവും. മുൻ കേരള മുഖ്യമന്ത്രി ഇ.കെ. നായനാര് നമുക്ക് നല്ല പരിചയമുണ്ട്. എത്ര ഭീകര വിഷയങ്ങൾ വന്നാലും ഗവൺമെന്റിന്റെ മുന്നിൽ വൻ ഭീഷണി വന്നാലും പുള്ളിക്കാരൻ 4 തമാശ അടിച്ചിട്ട് അതാണ് നിർവീര്യാക്കും, അല്ലേ? നിങ്ങൾക്കറിയാം, ഞാൻ ഉദാഹരണം പറയണ്ട. ഇ.കെ. നായനാര് അവസാനം രോഗം ബാധിച്ചിട്ട് ഇനി ജീവിതത്തിലേക്കൊരു മടക്കമില്ല എന്ന് ബോധ്യപ്പെട്ട് വണ്ടിയിൽ കയറുന്ന നേരത്ത് വാവിട്ട് കരഞ്ഞൊരു കരച്ചിലുണ്ട്. എനിക്കോർമ്മണ്ടെന്ന് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നത്. മരണം അത് വന്ന ബേജാറ്, അതീന്ന് രക്ഷ. ആ ബേജാറ് വരാതെ ശാന്തനായിട്ട് ഒരനക്കവും കൂസലും ഇല്ലാതെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇത് ആർക്കാ കിട്ടുക? നഫ്സ് മുത്മയിന്നയുടെ ഉടമയ്ക്ക് മാത്രമേ കിട്ടൂ. അവനൊരു ബേജാറുണ്ടാകൂല എന്ന് മാത്രല്ല, അവൻ ആവേശമായിരിക്കും ഉണ്ടാവുക. ഒരു 5 കൊല്ലം സൗദി അറേബ്യയിൽ നിന്നു, ദുബൈയിൽ നിന്നു. 5 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് കെട്ടിയോളിയും കുട്ടിയാളിയും ഉറ്റവരെയും ഉടയവരെയും കാണാൻ മടങ്ങി വരികയാണ്. ആ വരവിനൊരു റാഹത്ത് ഉണ്ടാവുമല്ലോ, ഇല്ലേ? അതിന്റെ ഒരു 10 മടങ്ങ് റാഹത്തേക്കും എന്റെ ഉടമസ്ഥനെ കാണാൻ പോവാന്നുള്ള റാഹത്ത്. അള്ളാഹു നമുക്ക് അതൊക്കെ തരട്ടെ. ആ ഒരു നിലവാരത്തിലേക്ക് പടച്ച റബ്ബ് നമ്മളെ വളർത്തട്ടെ. അള്ളാഹുവിന് സാധിക്കുമല്ലോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ പ്രാർത്ഥനയും പരിശ്രമവും ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോകും എന്നത് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ആദ്യമായി മരണത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദീനിന്റെ ഭാഗമാക്കി കാണിച്ചു തന്നത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. നബി ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ശത്രുക്കൾ കൊല്ലാൻ കൊണ്ടുപോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് വധശിക്ഷ കോടതി വിധിക്കുകയാണെങ്കിൽ ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇല്ല, തപ്പിയാ കാണൂല. ഹദീസിലൊരു ലഈഫായ ബലഹീനമായ ഹദീസ് പോലും തപ്പിയാ കാണാൻ പറ്റൂല. മരിക്കാന്നാണ് ബോധ്യപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വേണം ആ വധശിക്ഷയിലേക്ക്. ഇല്ല, ഖുർആനിലും ഹദീസിലും ഇല്ല. അവ്വലു മൻ സന്ന ഫിൽ ഇസ്ലാമി റക്അത്തൈനി ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദീനിൽ ആദ്യമായി കാണിച്ചത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം ഐച്ഛികമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറ്റുമ്പോഴൊക്കെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അത് ദീനെതിരല്ല. ഇപ്പൊ ഇവിടെ ഇരുന്നൊരു ഫാത്തിഹ സൂറത്ത്
വെറുതെ അങ്ങോട്ട് ഈ പ്രസംഗം കേൾക്കാതെ ഇടയെ തന്നെ അല്ലെങ്കിൽ ഖുതുബ നടക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പള്ളി പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് 10 ഫാത്തിഹ ഓതുക. ഖുർആനിലും ഹദീസിലും കാണൂല. അത് ചെയ്യാ. ചില കല്യാണ സദസ്സിൽ വീട് കയറി താമസത്തിലൊക്കെ ഒരു അൽഫാത്തിഹ വിളിച്ച ഫാത്തിഹ വേണ്ട ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പാടില്ല ഒരു സദസ്സിലെ മുസ്ലിമീങ്ങളിൽ പെട്ട ആൾക്കാർ. നമ്മൾ പഠിച്ചിടത്തോളം വലിയ ശുദ്ധി ജനാപത്തുള്ള നേരത്താണ് അത് ഓതാൻ പറ്റാത്തത്. ഇവർക്ക് അതുണ്ടായിരിക്കും അവിടെ ഒന്നിരിക്കുമ്പോൾ. എനിക്കതാ സംശയം അല്ലേ? സൂറത്തുൽ ഫാത്തിഹ ഒരു കുറ്റമറ്റ സമ്പൂർണമായ സാരസമ്പൂർണമായ ജാമിഉം മാനിഉമായ ഒരു ദുആയാണ് സൂറത്തുൽ ഫാത്തിഹ. അത് എപ്പോഴും വലിയ അശുദ്ധി ഇല്ലാത്ത നേരത്തൊക്കെ ചൊല്ല, നിക്കാഹിന്റെ സദസ്സിലും ചൊല്ല, മരിച്ചോടത്തും ചൊല്ല. എന്താ അതിന് കുഴപ്പമുള്ളത്? അപ്പൊ ഖുർആനിലും ഹദീസിലും ഇല്ല. സഹാബികൾക്കൊന്നും തിരിയാത്തതാ അപ്പൊ ഇവർക്ക് തിരിഞ്ഞ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അവ്വലു മൻ സന്ന ഫിൽ ഇസ്ലാമി റകഅതൈനി ഖബ്ലൽ മൗത്ത്. തന്നെ കൊന്നുകളയാൻ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് അന്ത്യാഭിലാഷമായി എനിക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുകയും പിറകെ ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ ഇത് പിന്തുടരുകയും ചെയ്തതായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. നല്ല കാര്യമാണ്. മാത്രല്ല, മരണത്തിനു മുമ്പ് പാട്ടുപാടി പുഞ്ചിരി തൂകി മരണത്തിലേക്ക് നടന്നുപോയ സ്വഹാബി, അവ്വലു മൻ സുലിബ ഫിൽ ഇസ്ലാമി, ഉമ്മത്ത് മുഹമ്മദിൽ ഈ പ്രവാചകരുടെ സമുദായത്തിൽ ആദ്യമായി ക്രൂശിക്കപ്പെട്ട ഇസ്ലാമിന്റെ ധീരനായ രക്തസാക്ഷി ഹുബൈബ് ഇബ്നു അദിയിൽ അൻസാരി റളിയല്ലാഹു അൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനൊക്കെ പറ്റി? എന്തുകൊണ്ട് ഇതിന് പറ്റി? ചിരിച്ചെന്ന് മാത്രല്ല, പാട്ട് പാടിയിട്ട്, നമ്മൾ ടൂർ പോകുമ്പോഴല്ലേ പാട്ട് പാടുക, മൂളിപ്പാട്ട്. പാട്ട് പാടിയിട്ട് തൂക്കുമരത്തിലേക്ക് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നടന്നു പോവാ പാട്ടും പാടിയിട്ട്. എന്തുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഇതിന് കഴിഞ്ഞു? അവരൊക്കെ കേമന്മാരല്ലായിരുന്നോ, ഹാബികളല്ലായിരുന്നോ? അങ്ങോട്ടൊക്കെ ആലോചിച്ചാൽ പറ്റുമോ? അവരെ ആലോചിക്കാനും അവരെ പഠിക്കാനും അവരെ പോലെ ആകാനുമാണ് അല്ലാഹു റസൂലും പറഞ്ഞത്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അല്ലാഹു കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവര് പോയ വഴിക്ക് പോയാൽ മാത്രമേ അള്ളാഹു നിങ്ങളെ പൊരുത്തപ്പെടൂ, അള്ളാഹിനെ പൊരുത്തപ്പെടാൻ നിങ്ങൾക്കും പറ്റൂ, സ്വർഗം നിങ്ങൾക്ക് കിട്ടൂ എന്ന് സംശയത്തിന് വകയില്ലാത്ത വിധം വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണത്. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബി കൂട്ടം, വല്ലദീന തബഉഹും, അവരെ അനുധാവനം ചെയ്യുന്ന, അനുകരിക്കുന്ന, പിന്തുടരുന്ന വിഭാഗം, അവരെയാണ് അള്ളാഹു പൊരുത്തപ്പെട്ടത്. കൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഇതിന് കഴിഞ്ഞു. നഫ്സ് മുത്മയിന്നയിലെത്തി. ഇതന്നെ നഫ്സ് മുത്മയിന്നയിലെത്തി. എന്താ തെളിവ്? അല്ലാഹു വിളിച്ചു ഹുബൈബിനെ. ആ പ്രയോഗം കൊണ്ട് അല്ലാഹു വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തന്നു. ആ മഹാനുഭാവന്റെ ചരിത്രം സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം അടക്കം സകല ഹദീസ് കിതാബുകളിലും ആ മഹാനായ ഷഹീദിന്റെ ചരിത്രം വിവരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത മഹാനാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ബദറിൽ വെച്ച് മക്കയിലെ കേമനായ കൊടിയ മുശ്രിക്ക് ഹാരിസ് ഇബ്നു ആമിറിനെ വകവരുത്തിയത് സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മക്കയിലെ കേമനാണ് ഹാരിസ് ഇബ്നു ആമിർ. ആ ചങ്ങാതിയെ വകവരുത്തിയത്, കൊന്നുകളഞ്ഞത്, ബദറിന്റെ പൂർക്കളത്തിൽ വധിച്ചത് ഹുബൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹാരിസിന്റെ മക്കൾ ഒരു പ്രതിജ്ഞ എടുത്തു. മുശ്രിക്കായ മക്കക്കാരനായ ഹാരിസിന്റെ മക്കൾ ഒരു പ്രതിജ്ഞ എടുത്തു. ഞങ്ങളെ വാപ്പയെ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ ഈ ഹുബൈബിനെ ഒരു നാൾ ഞങ്ങൾ അതിന് മറുപടി ചോദിക്കും, അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. ദേവി ദേവന്മാർ സത്യം. അവരാണയിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ പിതാവിന്റെ രക്തത്തിന് ഞങ്ങൾ പകരം ഹുബൈബിനോട് ചോദിക്കും. അവർ സത്യം ചെയ്തു. ആ ഇടക്കാണ് മദീനയിൽ നിന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു 10 സഹാബികൾ ഒരു വഴിക്ക് പറഞ്ഞയച്ചത്.
ആ 10 പേരെയും മുശ്രിക്കുകൾ വളയുകയും കൊടും ഭീകരന്മാരായ നിഷേധികൾ അവരെ വളയുകയും പിടികൂടുകയും അവരിൽ 7 പേരെ ആ സ്ഥലത്ത് വെച്ച് തന്നെ കൊന്നുകളയുകയും ചെയ്തു. 3 പേരെ കൊന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു അവനെ ജീവനോടെ പിടികൂടി. അവർ ചെയ്തത് മക്കയിലെ ചന്തയിലേക്ക് കൊണ്ടുപോയി അടിമയായി വിൽപ്പന നടത്താൻ ചന്തയിലേക്ക് കൊണ്ടുപോയി. മക്കയിലെ അടിമച്ചന്തയിൽ ഹുബൈബ് വന്നിട്ടുണ്ട് എന്ന വാർത്ത മക്കയിലെ ഹാരിസിന്റെ മക്കൾ കേട്ടപ്പോൾ കേൾക്കേണ്ട താമസം അവർ ഓടി വന്നു. അവർ വാങ്ങി, ഹുബൈബിനെ പണം കൊടുത്ത് വാങ്ങി. എന്തിനാ വാങ്ങിയത്? വാപ്പാനെ കാണിച്ചതിന് പകരം ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി തന്നെ. അവര് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങുകയും ഫമകസ അസീറൻ ഇൻദഹും, ഉടനെ തന്നെ വരുന്ന വഴിക്ക് തന്നെ അവർ വെട്ടിക്കൊന്നില്ല. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഏതാനും ദിവസം അവരുടെ കൂടെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കി താമസിപ്പിക്കുകയാണ്. എന്തിന്? മാനസികമായി തളർത്താനും ടെൻഷനിൽ മുക്കാനും വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ. മാനസികം എന്തായിരിക്കും? കൊല്ലുന്നുറപ്പാണ്. എന്നിട്ട് ഇങ്ങനെ തടവറയിൽ പിടിച്ചു നിർത്തുമ്പോണ്ടാകുന്ന അവസ്ഥ ഊഹിക്കാമല്ലോ. ഇങ്ങനെ മാനസികമായി തളർത്തിയിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകളയാൻ വേണ്ടി അവർ ബന്ദിയാക്കി ഹാരിസിന്റെ കുടുംബം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധനത്തിലിട്ടു. പക്ഷേ ആ ബന്ധനത്തിലും സുസ്മേരവദനായി പുഞ്ചിരി തൂകിക്കഴിഞ്ഞു. ഹാരിസിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് ഒരു അനുഭവം. ഞങ്ങള് വീട്ടിലെ മോശപ്പെട്ട ഭക്ഷണാണ് ഈ ചങ്ങാതിക്ക് കൊടുക്കല്. നല്ല ഫുഡ് കൊടുക്കൂലല്ലോ, കൊല്ലാൻ കൊണ്ടുവന്നതല്ലേ, നമ്മളെ പിതാവിനെ വധിച്ച ഘാതകനല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും മോശപ്പെട്ട ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടമാണ് കൊണ്ടുപോയി കൊടുക്കുക. പക്ഷേ ഞങ്ങൾ ആ ഭക്ഷണവുമായി ചെല്ലുമ്പോ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുപാട് പഴങ്ങൾ, ഒരുപാട് തരം പഴങ്ങൾ, ഫ്രൂട്ട്സുകൾ ഞങ്ങൾ കാണാറുണ്ട്. ആ ഫ്രൂട്ട്സുകൾ ഹുബൈബിന്റെ അനുയായികൾ മദീനയിൽ നിന്ന് പാത്തും പതുങ്ങിയും വന്ന് കൊണ്ടുവന്ന് വെച്ചതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം മക്കയുടെ കമ്പോളത്തിൽ കിട്ടാത്ത തരം പഴങ്ങൾ, നമ്മുടെ പരിസരത്തൊന്നും തന്നെ ഉണ്ടാകാത്ത പഴങ്ങൾ ഹുബൈബിന്റെ മുന്നിൽ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മുശ്രിക്കത്തായ ആ വീട്ടിലെ പെണ്ണ് പറയാൻ. മറ്റൊരു വേളയിൽ എനിക്കെന്റെ ശരീരത്തിലെ രോമങ്ങൾ നീക്കാൻ ഒരു കത്തി വേണമെന്ന് ഹാരിസിന്റെ കുടുംബത്തിനോട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയാൻ. ഒരു കത്തി വേണം ഷേവ് ചെയ്യാനാ. അവിടത്തെ പെണ്ണ്, ആ വീട്ടുകാരി കത്തി കൊടുത്തു. ആ കത്തി കയ്യിൽ പിടിച്ച് ഷേവ് ചെയ്യുന്നതിന്റെ മുമ്പ് ആ വീട്ടിലെ ഒരു പിഞ്ചു പൈതൽ, ഒരു കൊച്ചുകുട്ടി പിച്ച വെച്ച് നടന്നു തുടങ്ങുന്നുള്ളൂ. മുട്ടിൽ ഇഴയുന്ന പ്രായമാണ്. ഈ പെണ്ണിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക്. ഹുബൈബ് റളിയല്ലാഹു അൻഹു കാലൊക്കെ ബന്ധനത്തിലാണ്. ആ കുഞ്ഞിനെ എടുത്തിട്ട് മടിത്തട്ടിൽ വെച്ചു. വഫീ യദിഹി മൂസ, കയ്യിലാണെങ്കിൽ ക്ഷൗര്യം ചെയ്യാനുള്ള കത്തിയുണ്ട്. ഈ രംഗാണ് വീട്ടുകാരി കാണുന്നത്. അവൾ ആർത്തു വിളിച്ച് കരഞ്ഞു, എന്റെ കുഞ്ഞേ എന്നും പറഞ്ഞിട്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുഞ്ഞിനോട് വാത്സല്യവും സ്നേഹവും അല്ലാതെ ഞാൻ കാണിക്കൂല. ഞങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലിന്റെ അനുയായികളാ. നിങ്ങൾ എന്നെ കൊല്ലാൻ വെച്ചതാന്ന് എഴുതിയിട്ട് കുഞ്ഞിന്റെ ഒരു പോറൽ പോലും കുഞ്ഞിന് വരുത്തൂല എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ തലോട്. ഹുബൈബിലേറെ ഗുണവാനായ ഒരു ബന്ദിയെ ലോകത്ത് ഒരുപാട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. ഈ ഹുബൈബിനെ പോലെ ഒരു ബന്ദിയെ, അറസ്റ്റിലായ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ വീട്ടുകാര് പറയുകയാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു കൊല്ലാൻ വേണ്ടി ഹറമിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. ആ മര്യാദ അവരും പാലിച്ചിരുന്നു. ഹറമിന്റെ പരിധിയിൽ നിന്ന് തൻഈമിന്റെ ഭാഗത്തേക്ക് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലയിലിട്ട് കൊണ്ടുപോവാൻ. അങ്ങനെ അവിടെ വെച്ചാണ് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നത്. അനുവാദം കൊടുത്തു. എന്നിട്ട് കഴുമരത്തിന്റെ താഴെ വന്ന് നിന്നിട്ട് പാടുകയാണ്, വലസ്തു ഉബാലിഹീന ഉഖ്താലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശാ
യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ. മുസ്ലിമായതിന്റെ പേരിൽ ഞാൻ വധിക്കപ്പെടുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. മുസ്ലിമായ വിധത്തിൽ മരിക്കുക എന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. അലാ അയ്യി ശിഖ്ഖിൻ കാന, ഏത് പ്ലേസിലായാലും ഏത് വിധത്തിൽ വധിക്കപ്പെട്ടാലും, കഴുമരമാണെങ്കിലും വെട്ടിക്കൊല്ലുകയാണെങ്കിലും പീസ് പീസായി കീറുമുറിച്ച് വധിക്കുകയാണെങ്കിലും ഏത് വിധത്തിൽ എന്നെ കൊല്ലുകയാണെങ്കിലും നോ പ്രോബ്ലം. വലസ്തു ഉബാലി, എനിക്കത് പ്രശ്നമല്ല. കാരണം ലില്ലാഹി മസ്റഈ, എന്റെ മരണവും രക്തസാക്ഷ്യവും അല്ലാഹുവിന് വേണ്ടിയാണ്. വദാലിക ഫീ ദാത്തില്ലാഹി, ഉടമസ്ഥനായ റബ്ബിന്റെ ദാത്തിന് വേണ്ടിയാണ് മരണമെങ്കിൽ എനിക്കത് പ്രശ്നമല്ല. വഇൻ യശഅ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ, എന്റെ ഉടമസ്ഥനായ റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ ഛേദിക്കപ്പെട്ട, തുണ്ടം തുണ്ടമാക്കപ്പെട്ട എന്റെ ശരീര അവയവങ്ങളിൽ അല്ലാഹു ബറക്കത്ത് തന്നേക്കാം, അനുഗ്രഹിച്ചേക്കാം. എന്നെ ഇഞ്ചിഞ്ചായി കീറി മുറിച്ചാൽ ഛേദിക്കപ്പെട്ട എന്റെ അവയവങ്ങൾ, പാർട്സുകൾ, അതിൽ വരെ അല്ലാഹു അനുഗ്രഹം ചൊരിച്ചു തന്നേക്കാം, എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മരണത്തിലേക്ക് നടന്നു പോവാൻ. ഇതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു സംഭവം അവര് ചോദിച്ചു, യാ ഹുബൈബ്, ഇന്നൽ മുശ്രികീന ഇദാ റഫഉ ഹീനമാ റഫഉ ഖുബൈബ ഇബ്ന അദിയ് റഹിമഹുല്ലാഹ് അലൽ ഖശബതി ലിയുസ്ലിബുഹു, തൂക്കിക്കൊല്ലാൻ വേണ്ടി, ക്രൂശിക്കാൻ വേണ്ടി, ആ മരത്തടിയിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടി പൊക്കിയെടുക്കുന്ന നേരത്ത് ചോദിക്കുകയാണ്, നാദൂഹു, അവര് വിളിച്ചു ചോദിക്കുകയാണ് മുശ്രിക്കീങ്ങള്, യാ ഹുബൈബ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക വ അൻത ഫീ ബൈതിക, നിന്നെ വെറുതെ വിടാറുണ്ട്. എന്ത്? അല്ല ഹുബൈബേ, നീ ഇപ്പൊ ഉള്ളയിടത്ത് നിന്റെ നേതാവ് മുഹമ്മദും നീ വീട്ടിലും ആകുകയാണ്, ഇപ്പൊ അങ്ങനെ ഉണ്ടാവും, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് സംഭവിച്ചപ്പോ നിന്നെ കയറൂരി വിടാറുണ്ട്. എന്താ പറഞ്ഞത്? നീ ഇപ്പൊ ഉള്ള ഈ പ്ലേസിൽ, ഈ അവസ്ഥയിൽ നിന്റെ നേതാവും നീ വീട്ടിൽ സുരക്ഷിതനായി നിൽക്കുന്നത്, ആ തുഹിബ്ബു നിനക്ക് ഇഷ്ടമുണ്ടോ? ഒപ്പ പറഞ്ഞോ, അത് ലാസ്റ്റ് ചാൻസ് ആണ്. ഫഖാലല്ല, എന്റെ നേതാവ് എന്റെ ഈ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് മാത്രമല്ല എനിക്ക് അസഹ്യമായത്, എന്റെ നേതാവ് ഉള്ളിടത്ത് വെച്ച്, വീട്ടിലാണെങ്കിൽ അവിടെ, പള്ളിയിലാണെങ്കിൽ അവിടെ, ഉള്ള സ്ഥലത്ത് വെച്ച് ആ തിരുപാദത്തിൽ ഒരു മുള്ളു തറക്കുന്നത് ഈ ഹുബൈബിന് സഹിക്കാനാവുന്നതല്ല. നിങ്ങൾ എന്നെ കൊന്നോളൂ, ഞാൻ റെഡിയാണ്. സന്തോഷവാൻ ധീരനായ സദ്ദാം ഹുസൈന് അവസാനം മുസാഫൊക്കെ പിടിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ മോന്ത വാടിയിരുന്നു. സത്യം, നമ്മൾ കണ്ടതല്ലേ? ഒരു വാട്ടുമില്ല, ഒരു ആദർശത്തിൽ നിന്നൊരു ലെവലേശാനക്കല്ല. കൊന്നുകളഞ്ഞു, ക്രൂശിച്ചു കളഞ്ഞു. അള്ളാഹു വിളിച്ചു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ വാർത്ത വാനലോകത്തിന്റെ രാജകുമാരൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ കാതിൽ വന്ന് പറഞ്ഞു കൊടുത്തു, ഹുബൈബ് രക്തസാക്ഷിയായിട്ടുണ്ട്. ആ വാർത്ത കേട്ട തങ്ങള് സദസ്യരായ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉസ്തുഷ്ഹിദ ഹുബൈബ്, അള്ളാഹു വിളിച്ചിട്ടുണ്ട് അവന്റെ സന്നിധിയിലേക്ക്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അള്ളാഹു മരണസമയത്ത് ഇതിന് നമുക്കും ചാൻസ് തരട്ടെ.